ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നീ നിമിത്തം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു നാടകീയമായ ഒരു വഴിത്തിരിവാണ് എന്ന് നമുക്ക് നന്നായി കാണാം. അനേകരുടെ വലിയ ചരിത്രങ്ങളെ മാറ്റിവെച്ചിട്ട് ഒരുവനിൽ മാത്രം ഫോക്കസ് ചെയ്ത് ദൈവം പുറത്തു കൊണ്ടുവരുന്ന രംഗമാണ് ഈ 12-ാം അധ്യായത്തിൽ കാണുന്ന മേഖല. യഹോവയായ ദൈവം ഏക വ്യക്തിയായ അബ്രഹാമിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ കാണുന്നത്. കുഞ്ഞുങ്ങളില്ലാതെ നിരാശയുടെ ജീവൻ നയിച്ച് മാനസികമായിട്ട് ഒത്തിരി ഭാരം അനുഭവിച്ച് മുമ്പോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. വളരെ പരിഷ്കാരത്തിൻ്റെ പരമകാഷ്ഠയിൽ ജീവിച്ചും അതിനകത്ത് വിശേഷതകൾ മൊത്തം പ്രാപിച്ചും വലിയ പ്രൗഢഗംഭീരമായ ജീവൻ നയിച്ച് 318 അഭ്യാസികളുമായിട്ട് കരുത്തനും ബലവാനുമായി നിന്ന ഒരു മനുഷ്യനെ ദൈവം ആ പരിഷ്കാരത്തിൻ്റെ പരമകാഷ്ഠയിൽ നിന്ന് വിളിച്ചു വേദനിച്ച് മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന രംഗം നമുക്ക് കാണുന്നുണ്ട്. വാസ്തവത്തിൽ ആരോ ആയിരുന്നൊരു വ്യക്തി ആരും അല്ലാതാക്കി മാറ്റി ശക്തനെന്ന് പറയുന്ന വ്യക്തി ഒന്നുമില്ലാത്ത വ്യക്തിയാക്കി മാറ്റി ഒരു സീറോയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. മരുപ്രയാണം അബ്രഹാമിന് സമയത്തോളം അതിശക്തമായ ഒരു പാഠവും തന്നെ കരുത്തനുമാക്കി തീർക്കുന്ന ഒരു രംഗമായിരുന്നു. പ്രായം 75 വയസ്സ് പ്രായമാണെങ്കിലും ഒരു യുവത്വത്തിലേക്ക് തന്നെ നയിപ്പാത്തക്കവണ്ണം മരുഭൂമിയിലെ ആ സഞ്ചാരം തനിക്ക് കരുത്തു പകരുവാടിയാക്കി. ഈ സഞ്ചാരത്തിലൂടെ താൻ വളരെ ശക്തനായ വ്യക്തിത്വമായിട്ട് രൂപാന്തരമാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അബ്രഹാം എന്ന വ്യക്തിയെ ഒരു സുപ്രധാന വ്യക്തിയാക്കി മാറ്റുവാൻ തക്കവണ്ണം കാരണം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിനെ ഒരു വിശേഷത ഉള്ള വ്യക്തിയാക്കി മാറ്റിയത് ഒന്നിട്ട് പറഞ്ഞാൽ കൽദയ ശക്തിയിൽ നിന്നും, കൽദയ പരിഷ്കാരത്തിൽ നിന്നും, കൽദയ ശ്രേഷ്ഠതയിൽ നിന്നും തന്നെ ഒറ്റയ്ക്ക് സ്വർഗം വിളിച്ചു വേദനിച്ചിട്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയാക്കി തന്നെ ഉയർത്തുവാൻ തക്കവണ്ണമുള്ളൊരു കാരണം സ്വർഗത്തിലെ ദൈവം വിളിച്ച് വേദനിച്ച് തിരഞ്ഞെടുത്തു എന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ചിന്ത. ഒന്നുകൂടി ആ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ജലപ്രളയത്തിൽ കൂടെ നഷ്ടപ്പെട്ടു പോയ ഒരു ഭൂമി മനുഷ്യ മണ്ഡലത്തെ ഒരു അബ്രഹാം എന്ന ഏക വ്യക്തി കൂടി ഒരു പുനഃസ്ഥാപനം നടത്തിക്കൊണ്ട് ഒരു വിശുദ്ധ ഗണത്തെ കർത്താവിന് വേണ്ടി കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകുന്നു. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശങ്ങൾ ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ പറയാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടി നാം വെയിറ്റ് ചെയ്യുന്നുവെങ്കിൽ മറ്റു പലരിനെയും ദൈവം മാറ്റി നിർത്തി വളരെ പ്രാധാന്യമുള്ള ചരിത്ര പ്രസിദ്ധന്മാരെയോ കായിക ബലമുള്ളവരെയോ വിദ്യാസമ്പന്നന്മാരെയോ ആരോഗ്യ നിലകാത്തന്മാരെയോ എല്ലാ നിലയിലും കഴിവുള്ളവരും മികവുള്ളവരുമായ വ്യക്തികളെയോ മാറ്റി നിർത്തിയിട്ട് ആരുമല്ലാത്തൊരു വ്യക്തിയായ നമ്മെ കർത്താവ് തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു വിശേഷമായ ഒരു മണ്ഡലം ദൈവം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നാം ഉണ്ടാക്കിയെടുത്ത ചില വ്യക്തിത്വം, വിശേഷമായ സ്വഭാവം സ്വർഗത്തിലെ കർത്താവിന് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടാണ് ദൈവം നമ്മെ ആ മേഖലയോട് തിരഞ്ഞെടുത്തുവെന്ന് നമ്മൾ ചിന്തിക്കാം. പുതിയ നിയമത്തിൽ 80 പ്രാവശ്യം അബ്രഹാമിനെ കുറിച്ച് ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ നന്നായിട്ട് വിഭജിക്കുന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ ചെവിക്കകത്ത് ഒറ്റ ശബ്ദമേ കേട്ടിട്ടുള്ളൂ. ആ ഒറ്റ ശബ്ദം ദൈവശബ്ദമാണ് തിരഞ്ഞെടുത്തത്. ആ തിരിച്ചറിവ് തന്നെ വിശ്വാസികളുടെ പിതാവെന്നൊരു പേരിനെ തന്നെ അർഹനാക്കി മാറ്റി. ഒന്നിട്ട് പറയാം, രാജാക്കന്മാരെ, പ്രഭുക്കന്മാരെ,
വിശുദ്ധന്മാരെ, ശ്രേഷ്ഠന്മാരെ, പുതിയ ഭാഷ പറഞ്ഞാൽ 5 വിധ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായിട്ടും ഇടയന്മാരായിട്ടും സുവിശേഷന്മാരായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടും ഒക്കെയുള്ള ശക്തന്മാരെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം. കാരണം ഈ ഉൽപ്പത്തി 12-ാം അധ്യായത്തുള്ള പെട്ടെന്നുള്ളൊരു വഴിത്തിരിവായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനൊന്നുകൂടി ആത്മാവിൽ പറഞ്ഞു നിർത്തട്ടെ ദൈവമക്കളെ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. തലമുറയില്ല, സാഹചര്യം പ്രതികൂലമാണ്, പ്രായം അധികം കടന്നുപോയി, എങ്കിലും ദൈവം പറഞ്ഞ വാക്ക് ദൈവം വിശേഷമായി തിരഞ്ഞെടുത്തു. ഈ സന്ദേശം ദൈവമക്കളുടെ ചെവിക്കകത്ത് വന്ന് പതിക്കുമ്പോൾ, ആത്മമണ്ഡലത്ത് വന്ന് പതിക്കുമ്പോൾ ഓർത്തോണം, നമ്മുടെ ഇഷ്ടമല്ല ദൈവഹിതം, നമ്മുടെ പ്ലാൻ അല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ. ചിലപ്പോൾ പ്രായം മുമ്പോട്ട് പോയിരിക്കാം, രോഗം കൊണ്ട് പുതിയപ്പെട്ട അന്തരീക്ഷമായിരിക്കാം, ബ്രെയിനകത്ത് ബുദ്ധിക്കകത്ത് മറ്റൊരു പ്രത്യാശയുടെ കിരണങ്ങൾ ഇല്ലാത്ത ഒരു ഡാർക്കായ ഒരു ഇരുണ്ട അവസ്ഥയായിരിക്കാം നമ്മൾ സഞ്ചരിക്കുന്നത്. എങ്കിലും ഞാൻ ആത്മാവിനൊരു വാക്ക് പറയാം, നമുക്കും ഒരു വഴിത്തിരിവ് ദൈവം വെച്ചിട്ടുണ്ട്. ആ വഴിത്തിരിവ് ഒരു ലോങ് ലൈഫ്, ഒരു ശ്രേഷ്ഠ ജാതിയെ, ശ്രേഷ്ഠരായ വ്യക്തികളെ പുറത്തെടുക്കുവാൻ തക്കവണ്ണമുള്ള അന്തരീക്ഷത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരും. അതുകൊണ്ട് ദൈവം പറഞ്ഞ വാക്ക് ദൈവം ചെയ്തു. അപദേശത്തെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, പിതൃ പാരമ്പര്യം വിട്ടതുകൊണ്ട് 2-ാമത്തെ വാക്യത്തിൽ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അത് കർത്താവ് നിറവേറ്റി. നിന്റെ പേർ വലുതാക്കും, അതും കർത്താവ് നിറവേറ്റി. നീ ഒരു അനുഗ്രഹമായി മാറും, അതും ദൈവം നിറവേറ്റി. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, അതും നിറവേറ്റി. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, അതും നിറവേറ്റി. നിന്നിൽ ഭൂമിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നൊരു വാക്ക് ദൈവം പറഞ്ഞു, അതും ദൈവം നിറവേറ്റി. അതുകൊണ്ട് ഇതിനെല്ലാറ്റിനും കാരണം ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തുള്ള ഒരു പദമാണ്, ആ ഒരു വഴിത്തിരിവാണ്. അത് ചിന്തിക്കാത്ത ഒരു വഴിത്തിരിവായിരുന്നു. ഞാനിന്ന് ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്തട്ടെ. നാം പ്രതീക്ഷിക്കാത്ത നിലയിൽ നമുക്കും ഒരു വഴിത്തിരിവ് വരികയാണ്. നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മെ ഒരു വലിയ ജാതിയാക്കി മാറ്റുകയാണ്. നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ തലമുറയും ഒരത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ശുശ്രൂഷ വിശേഷതയുള്ളതായി മാറുകയാണ്. വേദി വിട്ട് വേദിയിലോട്ടും, ദേശം വിട്ട് ദേശത്തോട്ടും, രാജ്യം വിട്ട് രാജ്യങ്ങളിലോട്ടും ദൈവശബ്ദമായിട്ട് സഞ്ചരിക്കത്തക്ക നിലയിൽ ദൈവം നമുക്കൊരു വഴിത്തിരിവ് വരുത്താൻ തക്ക താല്പര്യമുണ്ട്. ആ ദൈവിക വഴിത്തിരിവ് ഇന്ന് അത് സംഭവിക്കണമെന്ന് ദൈവമക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമർപ്പണത്തോടെ പറയാം. കർത്താവ് ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ അബ്രഹാമിന് ലൈഫിൽ ഒരു വഴിത്തിരിവ് കൊടുത്തതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു അധ്യായം ദൈവം കുറിക്കണമേ. അധ്യായം ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവ നിയോഗത്തിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാമോ? നിശ്ചയമായും നമ്മെ കർത്താവ് ഉയർത്തും. ഒരു അബ്രഹാമിൽ കൂടെ ഇസഹാക്കിന് വന്നു, ഒരു ഇസഹാക്കിൽ കൂടെ യാക്കോബ് വന്നു, ഒരു യാക്കോബിൽ കൂടെ ദൈവം 12 മക്കളെ കൊടുത്തു. ആ 12 മക്കളെ കൂടെ ദൈവം അനേക ജാതിയായിട്ടുണ്ടാക്കി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗണവും സ്വന്തം ജനവുമാക്കി തീർക്കാൻ തക്ക അബ്രഹാമിൽ കൂടെ ദൈവം ഒരു അന്തരീക്ഷം ഒരുക്കിയത് പോലെ ദൈവം നമ്മെയും വിശേഷമായ നന്മ കൊണ്ട് പൊതുന്ന അഭിഷക്തന്മായ കർത്തദാസന്മാരോട് ഒരു സുവിശേഷ നിലയിൽ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. ഒത്തിരി ഞെരുങ്ങിയും വ്യാകുലപ്പെട്ടും ശുശ്രൂഷിക്കുന്നു. ഒത്തിരി ബുദ്ധിമുട്ട് കൂടിയാണ് സഞ്ചരിക്കുന്നത്. എന്ത് ചെയ്യണം അറിയാൻ കഴിയാതെ കുഴയുന്നുണ്ട്. തലമുറ വിഷയത്തിനകത്ത് എന്ത് ചെയ്യണം അറിയാൻ തക്കവണ്ണം ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെയെല്ലാം നമ്മെ അത്ഭുതമാക്കി മാറ്റാൻ തക്കവണ്ണം അബ്രഹാമിൻ്റെ ചരിത്രം നമുക്കൊരു പോസിറ്റീവ് എനർജി തരട്ടെ. ആത്മാവ് ധൈര്യപ്പെട്ട് സഞ്ചരിപ്പാൻ തക്കവണ്ണം ഇന്നും ദൈവം നമ്മുടെ മേൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കാം. ഈ മരുഭൂമി നമ്മെ കരുത്തന്മാരാക്കി മാറ്റും. ഈ മരുഭൂമി നമ്മുടെ വ്യക്തിത്വത്തിന് മോൾഡിഫൈ ചെയ്യുന്ന നിലവാരമായി മാറും. ഈ മരുഭൂമി അനേക അത്ഭുതങ്ങൾ പ്രസവിക്കുമാറാക്കുന്ന നിലയിലേക്ക് മാറ്റും. അതിനാൽ വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ വെച്ച് സഞ്ചരിപ്പാൻ ദൈവം ഓരോ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.